ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും ഗുരുതര വെളിപ്പെടുത്തൽ. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ രാഹുൽ സമീപിച്ചെന്ന് യുവതി പറഞ്ഞു. വിവാഹാഭ്യർത്ഥന നടത്തിയ ശേഷം പിന്നീട് പിന്മാറി. പരാതിപ്പെടുമെന്ന് അറിയിച്ചപ്പോൾ ഐ ഡോണ്ട് കെയർ ഹൂ കെയർസ് എന്നായിരുന്നു മറുപടിയെന്നും യുവതിയുടെ ആരോപണം. യുവതിയും രാഹുലും തമ്മിലുള്ള ചാറ്റുകൾ 24 ലഭിച്ചു. 24 ഫോളോ അപ്പ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് പുറത്തുവരുന്നത്. നിലവിൽ കേരളത്തിന് പുറത്തു കഴിയുന്ന യുവതിക്ക് 2023-ലാണ് രാഹുൽ ആദ്യമായി ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ചത്. നമ്പർ വാങ്ങിയതിനു ശേഷം പിന്നീട് ടെലഗ്രാം വഴിയായിരുന്നു യുവതിയുമായി സംഭാഷണം തുടർന്നത്. ടൈമർ സെറ്റ് ചെയ്ത് വായിച്ചാൽ ഉടൻ ഡിലീറ്റ് ആകുന്ന സൗകര്യം പ്രയോജനപ്പെടുത്തിയായിരുന്നു രാഹുൽ മെസ്സേജ് അയച്ചതെന്ന് യുവതി 24-നോട്. ടെലിഗ്രാമിൽ കൂടെ മെസ്സേജ് അയക്കാം. അതും പുള്ളി ഒരു ടൈമർ സെറ്റ് ചെയ്യും എല്ലാത്തിനകത്തും. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ വീട്ടിൽ വന്ന് ഇത് ചെയ്യാം, സംസാരിക്കാം, നീ എൻ്റെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്ക് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞതിന് ശേഷം പുള്ളി ഫിസിക്കലി ഒരു റിലേഷൻഷിപ്പിൽ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യായിരുന്നു. ലൈംഗിക ഉദ്ദേശത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചിട്ടുണ്ടെന്നും വെളിപ്പെടുത്തൽ. പരാതിപ്പെടുമെന്നറിയിച്ചപ്പോൾ ഹൂ കെയർസ് എന്നായിരുന്നു മറുപടി എന്ന് യുവതി. ഞാൻ കാണാൻ വരുന്നുണ്ടെന്ന് പറയുന്നതിന് ശേഷം വരുമ്പോ കോണ്ടം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പറയുന്നവരാണ് ഐ ഡോണ്ട് കെയർ ഹൂ കെയർ. പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനിത് പുറത്ത് പറയും എന്ന് പറഞ്ഞ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞ ഇതേ ഡയലോഗ് തന്നെയാണ്. സമ്മർദ്ദം ചെലുത്തിയാൽ ആത്മഹത്യ ചെയ്യുമെന്ന് രാഹുൽ യുവതിയോട് പറഞ്ഞുവെന്നും വെളിപ്പെടുത്തൽ. 2 മാസം മുൻപ് വരെ രാഹുൽ മെസ്സേജ് അയച്ചുവെന്നും പറയുന്നു. ഇരകൾ ഏറെയുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് വെളിപ്പെടുത്താൻ തീരുമാനിച്ചത്. നിതിൻ അംബുജൻ, 24 കൊച്ചി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചും പരാതിക്കാരെ അധിക്ഷേപിച്ചും പാലക്കാട് MP VK ശ്രീകണ്ഠൻ. പരാതിക്കാരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്നും അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നുമായിരുന്നു പരാമർശം. വിവാദമായതോടെ വാക്കുകൾ വളച്ചൊടിച്ചെന്ന് VK ശ്രീകണ്ഠന്റെ മലക്കം മറിച്ചു. അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാമല്ലോ, ഇല്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ? ഇതായിരുന്നു VK ശ്രീകണ്ഠൻ MPയുടെ ആദ്യ പ്രതികരണം. വിവാദമായതോടെ മലക്കം മറിച്ചിൽ. ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കൽ ഞങ്ങളുടെ സംസ്കാരമല്ല. വ്യത്യസ്ത പാർട്ടിക്കാരുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്, അതിൽ നിഗൂഢത ഉണ്ടാകാം, അത് ഗൂഢാലോചന ഉണ്ടാകാം, അത് അന്വേഷിക്കണം. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ? അതിന് സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? പരാമർശത്തിൽ വ്യാപക വിമർശനം ഉയർന്നു. VK ശ്രീകണ്ഠന്റെ പ്രസ്താവന ഞെട്ടിച്ചെന്ന് BJP നേതാവ് പത്മജ വേണുഗോപാൽ. ആ കുട്ടിയുടെ ജോലി അതാണ്, മോഡലിംഗ് ഇതൊക്കെ. അപ്പോൾ പലതരം വസ്ത്രങ്ങൾ ഇടേണ്ടി വരും. അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ അതിനെപ്പറ്റി VK ശ്രീകണ്ഠനെ പോലെ ഒരാൾ ഇന്നലത്തെ പ്രസ്താവന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സൊന്ന് എന്താ പറയുക, സങ്കടപ്പെട്ടു പോയി. ശ്രീകണ്ഠനെ പറ്റിയുള്ള എൻ്റെ പ്രതീക്ഷ ഇതൊന്നും ആയിരുന്നില്ല, ഇതായിരുന്നില്ല ശ്രീകണ്ഠൻ. പരാതി ഉന്നയിച്ച യുവതികളെ VK ശ്രീകണ്ഠൻ അപമാനിച്ചെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. VK ശ്രീകണ്ഠൻ സ്ത്രീകളെക്കുറിച്ച് അധമമായ ബോധം മനസ്സിൽ വെച്ച് നടക്കുന്നെന്നും PK ശ്രീമതി വിമർശിച്ചു. 24 പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ ഉണ്ടായ സൈബർ ആക്രമണത്തിൽ പരാതിയുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കരൻ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. സമൂഹ മാധ്യമങ്ങളിൽ താൻ പങ്കുവച്ച ചിത്രങ്ങൾ ദുരുപയോഗിക്കുന്നുണ്ട് എന്ന് ഹണി ഭാസ്കരൻ 24-നോട് പറഞ്ഞു. കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരാതിരിക്കാനാണ് ഭീഷണികളെന്നും ഹണി ഭാസ്കരന്റെ പ്രതികരണം. ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു സൈബർ ആക്രമണത്തിന് ഇരയാവുന്നത് ആദ്യത്തെ തവണയാണ്. എന്നെ തൊട്ടാൽ അല്ലെങ്കിൽ എന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ ക്ഷമിച്ചു എന്ന് വരും. പക്ഷെ എന്റെ കൂടെയുള്ളവരെ എന്റെ കൂടെ നടന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ ചിത്രങ്ങൾ എടുത്ത് പ്രദർശിപ്പിക്കാനോ അവരെ അറ്റാക്ക് ചെയ്യാനോ ഞാൻ വിടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിയമ നടപടിയുമായിട്ട് സൈബർ അറ്റാക്കിനെതിരെ മുൻപോട്ട് പോകാൻ തീരുമാനിച്ചു. ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. എല്ലാ സ്ക്രീൻഷോട്ടും പ്രൊഫൈൽ ലിങ്കുകളും വെച്ചിട്ട് തന്നെ ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന് കോൺഗ്രസ്. ആരോപണമുയർന്നിട്ടും മുകേഷ് MLA സ്ഥാനത്ത് തുടരുന്നത് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനാണ് പാർട്ടി തീരുമാനം. രാഹുലിനെതിരായ പരാതികൾ വിശദമായി അന്വേഷിക്കാൻ കോൺഗ്രസ് അന്വേഷണ സമിതിയെ നിയോഗിക്കും.
രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്തു നിന്ന് രാജിവെപ്പിക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസിലെ പൊതു അഭിപ്രായം. ആരോപണമുയർന്നപ്പോൾ മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന CPIM നിലപാട് ഉയർത്തി പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ഒരർഹതയുമില്ല. ആദ്യം മുകേഷ് രാജിവെക്കട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജി കൊണ്ട് മാത്രം നടപടി അവസാനിപ്പിക്കില്ല. പരാതികൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കും. വനിതാ അംഗങ്ങളെ ഉൾപ്പെടുത്തിയാവും സമിതി രൂപീകരിക്കുക. ഒരു പരാതിക്കാരിയെയും ഒരു സ്ത്രീയെയും കേരളത്തിൽ അപമാനിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകരും ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് അനാവശ്യ പിന്തുണ നൽകിയെന്ന വിമർശനം പാർട്ടിക്കുള്ളിലുണ്ട്. നേരത്തെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ നാണക്കേട് ഒഴിവാക്കാമായിരുന്നു എന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ രാഹുലിനെതിരായ ആരോപണങ്ങളിൽ പാർട്ടിക്കുള്ളിൽ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ സംശയം. ഒന്നിനു പുറകെ ഒന്നായി ആരോപണങ്ങൾ വരുന്നതിന് പിന്നിൽ മാസങ്ങളുടെ ആസൂത്രണമുണ്ടെന്നും നേതൃത്വം വിലയിരുത്തുന്നു. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കാതെ CPIM പതിവ് രീതിയിൽ രാജി ആവശ്യം നേതാക്കൾ ഉന്നയിക്കുന്നതല്ലാതെ കാര്യമായ നടപടികളിലേക്ക് പോകാൻ പാർട്ടി തയ്യാറായിട്ടില്ല. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടിയും CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജയും ആവശ്യപ്പെട്ടു. രാഹുലിനെ വിമർശിച്ച BJP നേതാക്കളും രംഗത്തെത്തി. മുകേഷ് MLAക്കെതിരെ പീഡന പരാതി ഉയർന്നപ്പോൾ രാജിവെപ്പിക്കാതിരുന്ന കീഴ്വഴക്കമുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ CPIM തയ്യാറാകാത്തത്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചാൽ കുറ്റമുക്തനാകുമ്പോൾ തിരിച്ചു വരാനാകുമോ എന്നായിരുന്നു പാർട്ടി മുകേഷ് MLAയുടെ വിഷയത്തിൽ ഉന്നയിച്ച വാദം. അത് തിരിഞ്ഞുകൊത്തുമെന്ന് മനസ്സിലാക്കിയാണ് രാഹുലിൻ്റെ രാജി ആവശ്യം ശക്തമായി ഉന്നയിക്കാനോ സമരരംഗത്തേക്ക് വരാനോ തയ്യാറാകാത്തത്. എന്നാൽ നേതാക്കളും മന്ത്രിമാരും ഇപ്പോഴും രാജി ആവശ്യപ്പെടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഈ ആക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളായി കേരളത്തിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാന്യമായി രാജിവെക്കേണ്ടതാണ്. MLA സ്ഥാനം രാജിവെക്കേണ്ടതാണ്. CPI നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട്, ബാക്കി ചാറ്റ് കൂടെ പുറത്ത് വിട്ടിട്ട് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. ആരെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അടിസ്ഥാനമില്ലാത്ത ഒന്നാണ് എങ്കിൽ അദ്ദേഹം സ്വയം പരാതി കൊടുക്കട്ടെ, മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ. പക്ഷേ ആ കേസുകളൊക്കെ തീരുന്നവരെ അദ്ദേഹം ആ പദവിയിൽ നിന്ന് മാറി തന്നെ നിൽക്കണം. രാഹുലിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് BJP നേതൃത്വം രംഗത്ത് വരുന്നുണ്ട്. ഹു കെയേഴ്സ് എന്ന് ചോദിച്ചാൽ പീപ്പിൾ കെയേഴ്സ് എന്നാണ് BJPയുടെ ഉത്തരം. അതുകൊണ്ട് ഒരു കാരണവശാലും ജനപ്രതിനിധിയായി ഇരിക്കാൻ അയാൾക്ക് അവകാശമില്ല. രാജി ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. 24 തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനായി നേതാക്കളുടെ പിടിവലി. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും MK രാഘവനും നോമിനികളെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ബിനു ചുള്ളിയിലിനെ നിയോഗിക്കണമെന്നാണ് KC വേണുഗോപാലിന്റെ ആവശ്യം. ബിനു ചുള്ളിയിലിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ ക്യാമ്പയിനും ആരംഭിച്ചു. മുൻപ് പല സമയങ്ങളിലും അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ത്യജിച്ചവനാണ് ബിനു ചുള്ളിയിൽ എന്ന നിലയിലാണ് ക്യാമ്പയിൻ. ഇതിന് പിന്നിൽ KC വേണുഗോപാൽ എന്നാണ് ആക്ഷേപം. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആഴ്ചകൾ പിന്നീട് മുൻപ് പുതിയ സ്ഥാനം നൽകേണ്ട കാര്യമില്ലെന്നാണ് എതിർക്കുന്നവരുടെ വാദം. അബിൻ വർക്കി അല്ലാതെ മറ്റൊരു പേരും പരിഗണിക്കേണ്ടതില്ലെന്ന കടുത്ത നിലപാടിലാണ് രമേശ് ചെന്നിത്തല. സംഘടനാ തെരഞ്ഞെടുപ്പിൽ I ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച അബിൻ വർക്കി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ രണ്ടാമതെത്തിയിരുന്നു. നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ മാറിയ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഉപാധ്യക്ഷനെ പരിഗണിക്കുക എന്നത് സ്വാഭാവിക രീതി എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പക്ഷം. സാമുദായിക സമവാക്യമാണ് അബിൻ വർക്കിക്ക് തിരിച്ചടി. KPCC, യൂത്ത് കോൺഗ്രസ്, KSU പ്രസിഡന്റുമാരായി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാകും എന്നതാണ് വെല്ലുവിളി. മുൻ KSU സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്തിന് A ഗ്രൂപ്പിന്റെ പിന്തുണയുണ്ട്. MK രാഘവൻ MP അഭിജിത്തിനായി നേരിട്ട് തന്നെ രംഗത്തുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവസാന നിമിഷമാണ് അഭിജിത്തിനെ തഴഞ്ഞത്. വിവാദമായതിന് പിന്നാലെ KM അഭിജിത്തിനെ ഉടൻ പരിഗണിക്കാമെന്ന ഉറപ്പ് സംസ്ഥാന നേതൃത്വം MK രാഘവന് നൽകിയിരുന്നു. അപ്രതീക്ഷിതമായി വന്ന അവസരമെങ്കിലും ആ ഉറപ്പ് ഇപ്പോൾ പാലിക്കണമെന്നാണ് MK രാഘവന്റെ നിലപാട്. 2 ദിവസത്തിനുള്ളിൽ പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് നീക്കം. 24 തിരുവനന്തപുരം. അതിനിടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതാ നേതാക്കളുടെ പേരുകളും പരിഗണനയിലുണ്ട്. അരിത ബാബുവിന്റെയും ഡോക്ടർ സോയ ജോസഫിന്റെയും പേരുകളാണ് സജീവ ചർച്ചയാകുന്നത്. വനിതകളെ നേതൃത്വത്തിലെത്തിച്ച് ഇപ്പോഴത്തെ വിവാദങ്ങളിൽ മുഖം രക്ഷിക്കാനുള്ള ആലോചന പാർട്ടി നേതൃത്വത്തിനിടയിലുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ, നമ്മൾ നേരത്തെ തൊട്ട് മുൻപ് നൽകിയ റിപ്പോർട്ടിൽ
ഓരോ നേതാവിനും കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ അവരുടെ നോമിനികളുണ്ട് സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിലേക്ക്. അതിനിടയിൽ എങ്ങനെയാണ് ഈ വനിതാ നേതാക്കളെ തലപ്പത്തേക്ക് കൊണ്ടുവരിക? അതിനാരെങ്കിലും മുൻകൈ എടുക്കുന്നുണ്ടോ? അതോ നടക്കുന്ന പൊതുചർച്ചകൾ എന്ന നിലയിൽ 2 പേരുകൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ? വിജയകുമാർ, നിലവിൽ ജാതി മത ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് സംഘടനയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ചീത്തപ്പേര് ഒപ്പം വിവാദങ്ങൾ പിന്തുടരുന്ന സാഹചര്യമൊക്കെ കണക്കിലെടുത്താണ് ഒരു മുഖം രക്ഷിക്കൽ എന്നുള്ള ഒരു വിലയിരുത്തലിൽ ഈ വനിതാ നേതാക്കളുടെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അരിതാ ബാബുവിൻ്റെ പേരാണ് ഏറ്റവും പ്രധാനമായി ഈ സമീപ മണിക്കൂറുകളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. ചില മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിൽ നടക്കമുള്ള മുതിർന്ന നേതാക്കൾ അരിതാ ബാബുവിനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ നേരത്തെ കേട്ടതുപോലെ പല പേരുകളും പല ആളുകളുടെ നോമിനികളായൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അതിനെല്ലാം അപ്പുറത്തേക്ക് നിലവിലൊരു വനിതാ നേതൃത്വം സംഘടനയ്ക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ് ചില നേതാക്കളുടെ നിലപാട്. എതിർപ്പുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുമുണ്ട്. പക്ഷേ ഈ എതിർപ്പുകൾക്കെല്ലാം അപ്പുറത്തേക്ക് നിലവിലത്തെ പ്രത്യേക സാഹചര്യത്തിൽ അരിതാ ബാബുവിനെയോ സോയ ജോസഫിനെയോ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട്. അരിതാ ബാബു നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ തവണ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്തതാണ്. 10 പേരാണ് നോമിനേഷൻ നൽകിയിരുന്നത്. അതിൽ ഒരാളാണ് അരിതാ ബാബു. ഒപ്പം സോയ ജോസഫ് നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഈ 2 പേരും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് അർഹതപ്പെട്ടവരാണ്. നിലവിലത്തെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അവരുടെ നേതൃത്വം സംഘടനയ്ക്ക് പൊതുജീവൻ നൽകും എന്നുള്ളതാണ് ചില നേതാക്കളുടെയും പ്രവർത്തകരുടെയും അടക്കം വിലയിരുത്തൽ. അത്തരത്തിലൊരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. അത് നേതൃത്വം പരിഗണിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. 2 ദിവസത്തിനുള്ളിൽ ഈ നേതൃത്വത്തിൻ്റെ പരിഗണനയിലുള്ള പേരുകളിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. ആ തീരുമാനത്തിൽ ആ പേരുകളിൽ അരിതാ ബാബുവിൻ്റെയോ സോയ ജോസഫിൻ്റെ പേരുകൾ ഉയർന്നു കേൾക്കുമോ എന്നുള്ളതും ശ്രദ്ധാകേന്ദ്രമാണ്. വിജയകുമാർ. യെസ്, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾക്കും അവരുടെ നോമിനികളുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക്. അതിനിടയിൽ എങ്ങനെ വനിതാ നേതാക്കളെ പരിഗണിക്കും? അവർക്ക് വേണ്ടി ആരെങ്കിലും വാദിക്കാൻ പാർട്ടിയിൽ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും 2 പേരുകൾ സജീവമായി ഉയർന്നു വരുന്നുണ്ട്. തീരുമാനം ഉടൻ ഉണ്ടാകും. മുതിർന്ന മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ വരദരാജൻ, കരൺ ഥാപ്പർ എന്നിവർക്കെതിരെയുള്ള രാജ്യദ്രോഹ കേസിലെ നടപടികൾ നിർത്തിവെക്കാൻ ഇടക്കാല ഉത്തരവുമായി സുപ്രീം കോടതി. ഇരുവർക്കുമെതിരെ അസം പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ഇടക്കാല ഉത്തരവോടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്നും ഇരുവർക്കും താൽക്കാലിക ആശ്വാസം ലഭിച്ചു. കേസ് സെപ്റ്റംബർ 15 വീണ്ടും പരിഗണിക്കും. ഓണത്തിന് 2 ഗഡു ക്ഷേമ പെൻഷൻ അനുവദിച്ചു. ഈ മാസത്തെ പെൻഷനൊപ്പം കുടിശ്ശികയുണ്ടായിരുന്ന 1 ഗഡു കൂടി ചേർത്താണ് 2 ഗഡു നൽകുന്നത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ മാസം 3200 രൂപ ലഭിക്കും. 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ നൽകുന്നതിനായി 1679 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നാളെ മുതൽ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെരുവുനായ പ്രശ്നത്തിൽ ദേശീയ തലത്തിൽ നയം വേണമെന്ന് സുപ്രീം കോടതി. തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ എല്ലാ സംസ്ഥാനങ്ങളെയും കക്ഷി ചേർത്തു. ഡൽഹിയിലെ തെരുവുനായ ശല്യത്തിൽ 2 അംഗ ബെഞ്ചിന്റെ ഉത്തരവ് സുപ്രീം കോടതി പരിഷ്കരിച്ചു. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് NV അഞ്ചാരിയ എന്നിവരടങ്ങിയ 3 അംഗ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ്. അക്രമകാരികളല്ലാത്തതും പേവിഷബാധ ഇല്ലാത്തതുമായ തെരുവുനായ്ക്കളെ വന്ധീകരിച്ച ശേഷം തുറന്നുവിടണം. പൊതുസ്ഥലങ്ങളിൽ തെരുവുനായകൾക്ക് ഭക്ഷണം നൽകാൻ അനുവദിക്കരുത്. ഇതിന് പ്രത്യേക കേന്ദ്രങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കണം. ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. മൃഗസ്നേഹികൾക്ക് വേണമെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നായ്ക്കളെ ദത്തെടുക്കാം. സമാന വിഷയത്തിൽ ഹൈക്കോടതികളിൽ തീരുമാനമാകാത്ത കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റാൻ രജിസ്ട്രികളോട് കോടതി നിർദ്ദേശിച്ചു. കൂടാതെ രാജ്യത്ത് ABC നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള വിവരം നൽകാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും മൃഗസംരക്ഷണ വകുപ്പുകൾക്കും കോടതി നോട്ടീസ് നൽകി. സംസ്ഥാനങ്ങളെ കക്ഷി ചേർക്കാനുള്ള നിർദ്ദേശം സ്വാഗതാർഹമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. അത് സ്വാഗതാർഹമാണ്. കാരണം സംസ്ഥാനങ്ങളാണല്ലോ ഈ കെടുതി അനുഭവിക്കുന്നത്. ചട്ടം കൊണ്ടുവന്നത് കേന്ദ്രവുമാണ്. നിലവിലുള്ള ABC ചട്ടങ്ങൾ അപ്രായോഗികമാണ് എന്ന വാദം ഇനി ആർക്കും സംശയ അക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 24 ഡൽഹി.
RSS നിയന്ത്രണത്തിലുള്ള പാലക്കാട് വടക്കന്തറയിലെ വ്യാസവിദ്യാപീഠം സ്കൂൾ പരിസരത്ത് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവത്തിൽ സ്കൂളിന്റെ അംഗീകാരം റദ്ദാക്കാതിരിക്കാൻ വിശദീകരണം തേടി വിദ്യാഭ്യാസ വകുപ്പ്. സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിൽ RSSനെ സംശയിക്കണമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. അതേസമയം സ്ഫോടനമുണ്ടായി 2 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആദ്യഘട്ടത്തിൽ പന്നിപ്പടക്കമെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. എന്നാൽ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തു എന്നാണ് FIR. സ്ഫോടനം നടന്ന് 2 ദിവസമായിട്ടും പ്രതികളെക്കുറിച്ച് ഒരു സൂചന പോലും പോലീസിന് ലഭിച്ചില്ല. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നിൽ സ്കൂളിന്റെ നിയന്ത്രണമുള്ള RSS എന്നാണ് CPIM ആരോപണം. ബോംബുകളോ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളോ ആകാം പൊട്ടിത്തെറിച്ചതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്ഫോടക ശേഷിയുള്ള വസ്തു എന്ന് പറയാം, ബോംബെന്നോ അങ്ങനെ പറയാം. 4 എണ്ണം ഉണ്ടായിരുന്നു. 1 പൊട്ടിത്തെറിച്ചത്, 3 എണ്ണം പോലീസ് എടുത്തു. ഇപ്പോഴും അത് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. RSSന്റെ ക്യാമ്പ് കിടക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. RSSന് ഇതിനോട്ട് നല്ല ബന്ധമുണ്ട്. NOC പിൻവലിക്കാതിരിക്കാൻ സ്കൂൾ വിശദീകരണം നൽകണം. സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ വിശദീകരണം ചോദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് കളക്ടറേറ്റിലേക്ക് CPIM മാർച്ച് നടത്തി. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24, പാലക്കാട്. നിമിഷപ്രിയയുടെ വധശിക്ഷ തിങ്കളാഴ്ചയ്ക്കകം നടപ്പാക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ച മധ്യസ്ഥനെന്ന് അവകാശപ്പെട്ട KA പോൾ കാന്തപുരത്തിന്റെ പ്രതികരണങ്ങൾക്കും മാധ്യമ വാർത്തകൾക്കും 3 ദിവസത്തേക്ക് വിലക്കേർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് KA പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ഹർജിയിൽ അറ്റോർണി ജനറലിന് കോടതി നോട്ടീസ് അയച്ചു. വിനീത VG വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് വിനീത, എന്താണ് ഈ KA പോൾ നൽകിയ ഹർജിയിൽ പറയുന്നത്? ഇതിൽ ഈ വധശിക്ഷ നടപ്പാക്കുന്ന കാര്യത്തിൽ ഒരു പുനരാലോചനയുണ്ട് എന്നതായിരുന്നു നേരത്തെ മധ്യസ്ഥരൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു, മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അങ്ങനെയൊന്നുമല്ല എന്നാണോ KA പോൾ അറിയിക്കുന്നത്? എന്തെങ്കിലും നടപടികൾ ആ ഹർജിയിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും വിജയകുമാർ, നേരത്തെ തന്നെ ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ KA പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നിമിഷപ്രിയ ഉടൻ തന്നെ മോചിപ്പിക്കപ്പെടുമെന്നും അതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയായിരുന്നു എന്നുമൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ തന്നെ KA പോൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ KA പോൾ സമീപിച്ചിരിക്കുന്നത്. ആ ഹർജിയിൽ പറയുന്നത് നിമിഷപ്രിയ കേസ് റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നാണ് സുപ്രീം കോടതി ഈ ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 3 ദിവസത്തേക്ക് വിലക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ 24-നോ 25-നോ നടപ്പാക്കുമെന്നും ഈ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. KA പോളാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കാന്തപുരം, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ എന്നിവരെ സംസാരിക്കുന്നതിൽ നിന്നും, ഇവരോട് മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തണമെന്നൊരു ആവശ്യം കൂടിയാണ് KA പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സുപ്രീം കോടതി AGക്ക് ഈ വിഷയത്തിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജസ്റ്റിസ് വിക്രംനാഥിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുക. അതിൽ തന്നെ ഈ കോടതിയെ KA പോൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, നിമിഷപ്രിയ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് താൻ കോടതിയെ സമീപിക്കുന്നതെന്നും KA പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും അല്പസമയത്തിനകം KA പോൾ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ സുപ്രീം കോടതി പരിസരത്ത് തന്നെയാണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ എത്തി മാധ്യമങ്ങളെ കാണുമെന്ന് കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിമിഷപ്രിയയുടെ മോചനവുമൊക്കെയായി ബന്ധപ്പെട്ട് നേരത്തെയും ചില പ്രഖ്യാപനങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ തന്നെ KA പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആ വാർത്താ സമ്മേളനത്തിലൊക്കെ തന്നെ അന്ന് നിമിഷപ്രിയയുടെ ഭർത്താവും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മോചനത്തിനായുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരി വിനീത, എന്തായാലും നമുക്ക് നോക്കാം. കോടതി ഇക്കാര്യത്തിൽ AGക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണല്ലോ. എന്താണ് കോടതി അതിൽ പറയുക? വിദേശകാര്യ മന്ത്രാലയം അതിൽ എന്ത് നിലപാടെടുക്കും ഈ വിഷയത്തിൽ എന്നുകൂടി അറിയേണ്ടതുണ്ട്. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും സിനിമാ നടനുമായ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയും തമ്മിൽ നടു റോഡിൽ തർക്കം. ഇന്നലെ രാത്രി തിരുവനന്തപുരം ശാസ്തമംഗലത്തായിരുന്നു സംഭവം. U-ടേണിൽ വാഹനം വഴിമാറ്റുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. ഇരുവരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിച്ച് പോലീസ് പിന്നീട് പറഞ്ഞയച്ചു. സിനിമാ സ്റ്റൈലിൽ അഡ്വക്കേറ്റ് വിനോദ് കൃഷ്ണയുടെ കാറിന് മുന്നിൽ മാധവ് സുരേഷ്. വാഹനം മുന്നോട്ട് നീങ്ങുമ്പോഴും മുന്നിൽ നിന്ന് മാറാതെ മാധവ് സുരേഷ് തർക്കിച്ചു. വാഹനത്തിലടിച്ചും മാധവിന്റെ രോഷപ്രകടനം.
ഇന്നലെ രാത്രി 11 മണിയോടെ ശാസ്തമംഗലത്തായിരുന്നു 20 മിനിറ്റ് നീണ്ട തർക്കം നടന്നത്. ഇരുദിശയിൽ നിന്നും വന്നവർ യു ടേണിൽ വാഹനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. പിന്നാലെ മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തി. രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മാധവ് സുരേഷ് മദ്യപിച്ചിരുന്നതായി വിനോദ് കൃഷ്ണ പരാതിപ്പെട്ടു. ബ്രത്തലൈസർ കൊണ്ട് പോലീസ് പരിശോധന നടത്തി. മദ്യപിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ പരാതിയില്ലെന്ന് വിനോദ് കൃഷ്ണ പോലീസിനെ അറിയിച്ചു. നിയമ നടപടിക്കില്ലെന്ന് മാധവും പറഞ്ഞതോടെ പ്രശ്നം പരിഹരിച്ച് പോലീസ് ഇരുവരെയും പറഞ്ഞുവിട്ടു. 24 തിരുവനന്തപുരം. ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ 65 ലക്ഷം വോട്ടർമാരുടെ പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് പരാതി നൽകാം എന്നും കമ്മീഷൻ അറിയിച്ചു. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, കേസിൽ ഹർജിയിൽ വാദം തുടരുകയാണോ ഇപ്പോൾ? എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണങ്ങൾ? ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഈ വാദം തുടരുകയാണ്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. എന്തായാലും SIRന് നിയമപരമായിട്ട് അടിസ്ഥാനമില്ല എന്നാണ് ഹർജിക്കാരൻ വാദിക്കുന്നത്. ജസ്റ്റിസ് അഡ്വക്കേറ്റ് ഗോപാൽ സുബ്രഹ്മണ്യമാണ് ഹർജിക്കാർക്ക് വേണ്ടി വാദിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി അഡ്വക്കേറ്റ് രാകേഷ് ത്രിവേദിയാണ് വായിക്കുന്നത്. ഈ SIR നിയമപരമായിട്ട് നിലനിൽക്കില്ല. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യാത്തതിൽ ഈ ബെഞ്ച് ആശ്ചര്യപ്പെടുന്നുവെന്നും കോടതികൾ പറയുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന 65 ലക്ഷം പേരെ ഒഴിവാക്കിയ ഈ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ കരട് പട്ടിക, അതിൻ്റെ വിവരങ്ങൾ ഓരോ ജില്ലാ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 36 ലക്ഷം പേർ അവർ മരിച്ചുവെന്നും 25 ലക്ഷം പേർ മറ്റിടങ്ങളിൽ മാറിപ്പോയതാണെന്നും ചിലത് ഇരട്ടിപ്പാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ സെപ്റ്റംബർ 1 വരെ ഇതിൽ എതിർപ്പുള്ളവർക്ക് പരാതി നൽകാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഏതാണ്ട് 88,000 പരാതികളാണ് ഇതുവരേക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇത് വിശദമായിട്ട് പരിശോധിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത്ര സഹായിക്കുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി അറിയിച്ചത്. ഇതിലാണ് സുപ്രീം കോടതി കോടതിയുടെ ഭാഗത്തു നിന്നൊരു വിമർശനം ഉണ്ടായത്. രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ സഹായിക്കാതിരിക്കുന്നതിൽ ആശ്ചര്യമുണ്ട് എന്നാണ് പറയുന്നത്. ജനങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും തമ്മിൽ എന്തിനാണ് ഇത്ര അകൽച്ച എന്നും കോടതി ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ സെപ്റ്റംബർ 1 വരെ പരാതികൾ ബോധിപ്പിക്കാൻ സാവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കൂ, കുറച്ച് സമയം കൂടി നൽകൂ, എല്ലാം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് പരാതി നൽകാം എന്ന് കമ്മീഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിന്മേലുള്ള വാദം പുരോഗമിക്കുകയാണ്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വോട്ടു ചേർക്കലിൽ വിവാദ പ്രസ്താവനയുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ. ജയിക്കാനായി ഇനിയും വോട്ട് ചേർക്കും എന്നാണ് പരാമർശം. വേണ്ടി വന്നാൽ ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചേർക്കും എന്ന് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല, അത് നാളെയും ചെയ്യും. നിങ്ങൾക്ക് ഏത് വിലാസത്തിൽ വേണേൽ ആൾക്കാരെ ചേർക്കാന്ന് അതിലർത്ഥമൊന്നുമല്ല. അറസ്റ്റിലായാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കുന്ന ബില്ലിനെ പിന്തുണച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജയിലിൽ കിടന്ന് ഭരിക്കാമെന്ന് ആരും കരുതേണ്ട, ബിൽ കൊണ്ടുവന്നപ്പോൾ ഞെട്ടിയത് അഴിമതിക്കാരാണ് എന്നും മോദി ബീഹാറിലെ റാലിയിൽ പറഞ്ഞു. कोई मंत्री है, कोई प्रधानमंत्री है, तो वो जेल में रह करके भी सत्ता का सुख पा सकता है. ये कैसे हो सकता है? हमने कुछ समय पहले ही देखा है कि कैसे जेल से ही फाइलों पर साइन किए जा रहे थे, जेल से ही सरकारी आदेश निकाले जा रहे थे. नेताओं का अगर यही रवैया रहेगा तो ऐसे भ्रष्टाचार के विरुद्ध लड़ाई कैसे लड़ी जा सकती है? സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം ചിലേമ്പ്ര സ്വദേശിക്കാണ് രോഗം. ഇതോടെ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള ആളുകളുടെ എണ്ണം 5ആയി. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അപസ്മാരത്തെ തുടർന്നാണ് ചേലേമ്പ്ര സ്വദേശിയായ 47-കാരൻ
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. 80 വീടുകളിൽ പനി സർവേ നടത്തി. 54 കിണറുകൾ ശുചീകരിച്ചു. പൊതുജലാശയങ്ങളിൽ ഇയാൾ കുളിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ചികിത്സയിലുള്ള മറ്റ് 4 പേരിൽ താമരശ്ശേരിയിൽ രോഗം സ്ഥിരീകരിച്ചു മരിച്ച പെൺകുട്ടിയുടെ സഹോദരന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. 3 മാസം പ്രായമുള്ള കുഞ്ഞ് വെന്റിലേറ്ററിൽ തുടരുന്നു. തലക്കുളത്തൂർ പഞ്ചായത്തിലെ യുവാവ് ICUവിലും. താമരശ്ശേരിയിൽ നിന്ന് വിദഗ്ധ സംഘം ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. രോഗത്തിന്റെ ഉറവിടം കൃത്യമായി കണ്ടെത്താൻ കഴിയാത്തത് ആശങ്കയാകുന്നു. താമരശ്ശേരിയിലെ പെൺകുട്ടിയുടെ മറ്റൊരു സഹോദരന്റെ പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും. 24 കോഴിക്കോട്. അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന് രാഷ്ട്രീയ കേരളം വിട നൽകുകയാണ്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുന്നു. പഴയ പാമ്പനാറിലുള്ള SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപം വൈകിട്ട് 4-നാണ് സംസ്കാരം. വാഴൂർ സോമന്റെ ആഗ്രഹം കുടുംബാംഗങ്ങൾ അറിയിച്ചതോടെ വീട്ടുവളപ്പിൽ നിശ്ചയിച്ച സംസ്കാര ചടങ്ങുകൾ മാറ്റുകയായിരുന്നു. മന്ത്രി K രാജൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് മറുപടി നൽകി വ്യവസായി മുഹമ്മദ് ഷർഷാദ്. പോളിറ്റ് ബ്യൂറോ അംഗത്തിന് നൽകിയ കത്ത് ചോർത്തിയതിൽ MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിന് പങ്കുണ്ട് എന്ന ആരോപണം മുഹമ്മദ് ഷർഷാദ് വക്കീൽ നോട്ടീസിൽ ആവർത്തിച്ചു. സെക്രട്ടറിയുടെ മകനും രാജേഷ് കൃഷ്ണയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഷർഷാദിന്റെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മധ്യവേനൽ അവധി മെയ് ജൂൺ മാസങ്ങളിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശവുമായി ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. പരീക്ഷകളുടെ എണ്ണം കുറയ്ക്കണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. കാന്തപുരത്തിന്റെ നിർദ്ദേശങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകി. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സമസ്ത ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ എതിർപ്പ് നിലനിൽക്കെയാണ് പ്രായോഗിക നിർദ്ദേശവുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ രംഗത്തെത്തിയത്. പരീക്ഷയാക്കി ചുരുക്കിയാൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ ഇവിടെയും ചുരുക്കുന്ന പക്ഷം സമയം ലാഭിക്കാൻ കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം. വേനൽ അവധിക്കാലം മാറ്റുന്ന കാര്യത്തിലും സർക്കാരിന് മുന്നിൽ കാന്തപുരത്തിന്റെ ബദൽ നിർദ്ദേശം. ചൂട് വർദ്ധിച്ച മാസമാണ് മെയ് മാസം. അതുകൊണ്ട് ആ ചൂടിൽ നിന്ന് 2 മാസത്തിൽ നിന്ന് 1 മാസമായ മെയ് എടുക്കുകയും മഴ ഏറ്റവും വർദ്ധിക്കുന്ന കാലമാണ് ജൂൺ. ആ ജൂൺ മാസം കൂട്ടിച്ചേർത്ത് സമയമെടുത്ത് കുട്ടികൾക്ക് ഒഴിവ് കൊടുത്തു എന്ന് പറയാവുന്നതായിരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് എന്തു മാറ്റം വരുത്തിയാലും അത് ആലോചിച്ചേ ചെയ്യൂവെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉന്നയിച്ച നിർദ്ദേശങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്നും പ്രായോഗികമെങ്കിൽ നടപ്പാക്കുമെന്നും അതേ വേദിയിൽ മന്ത്രിയുടെ ഉറപ്പ്. ഒരു കമ്മിറ്റിയെ നമുക്ക് ചുമതലപ്പെടുത്താം. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കമ്മിറ്റി ചുമതലപ്പെടുത്താം. ആ കമ്മിറ്റിയുടെ ഉപദേശവും കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് നമുക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസ രംഗത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല, എല്ലാവരും കൂടെ അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാകുകയാണ്. വി ശിവൻകുട്ടി ബുദ്ധിയുള്ള മന്ത്രിയെന്നും പഠിച്ച ശേഷം മറുപടി എന്നാണ് തന്നോട് പറഞ്ഞതെന്നും ഇത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രശംസിച്ചു. 24 കോഴിക്കോട്. തമിഴക വെട്രിക്കഴകം സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ TVK അധ്യക്ഷൻ വിജയെ വിമർശിച്ച് DMKയും BJPയും. മധുരയിൽ നടന്നത് പാർട്ടി സമ്മേളനമല്ലെന്നും വൺ ഡേ ഷോ ആണ് എന്നും BJP നേതാവ് തമിഴിസൈ സൗന്ദരരാജൻ വിമർശിച്ചു. വിജയ് പത്രം വായിക്കാറില്ല എന്നും ആരോ എഴുതി നൽകുന്നത് വായിക്കുകയാണ് ചെയ്യുന്നതെന്നും DMK നേതാവ് TKS ഇളങ്കോവൻ പരിഹസിച്ചു. TVK സമ്മേളനത്തിൽ BJPയെയും DMKയെയും കടന്നാക്രമിച്ച വിജയെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് ഇരു പാർട്ടികളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച വിജയുടെ പാർട്ടിക്ക് എന്ത് നയമാണുള്ളതെന്ന് BJP നേതാവ് തമിഴിസൈ സൗന്ദരരാജൻ ചോദിച്ചു. മധുരയിൽ കണ്ടത് ഒറ്റ ദിവസത്തെ ഷോ. മാധ്യമങ്ങൾ അമിത പ്രാധാന്യം നൽകിയില്ലായിരുന്നുവെങ്കിൽ പരിപാടിയെക്കുറിച്ച് ആരും അറിയില്ലായിരുന്നു. He is telling BJP is our ideological enemy. What is his ideology? Nobody knows. So today it is almost a single day drama. That's all I can say. വിജയ്ക്ക് ആകെ അറിയാവുന്നത് സിനിമയെ പറ്റിയാണെന്ന് DMK വക്താവ് TK ഇളങ്കോവൻ പറഞ്ഞു. വിജയ് പത്രം വായിക്കുകയോ വാർത്ത കാണുകയോ ചെയ്യില്ല. ആരോ എഴുതി നൽകുന്നത് വായിക്കുന്നുവെന്നും വിമർശനം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ വിജയ് അങ്കിൾ എന്ന് വിളിച്ച് കളിയാക്കിയതിലും വിമർശനം കടുക്കുകയാണ്. 24 ചെന്നൈ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് അധികൃതരുടെ ഒളിച്ചുകളി.
കുറ്റപത്രം സമർപ്പിച്ച കേസിൽ സ്വത്ത് വിട്ടു നൽകാൻ ED തയ്യാറായിട്ടും തിരികെ വാങ്ങി നിക്ഷേപകർക്ക് നൽകാൻ ബാങ്ക് തയ്യാറാകുന്നില്ല. ബാങ്ക് നടപടി സ്വീകരിക്കാത്തത് രാഷ്ട്രീയ ഇടപെടൽ മൂലമാണ് എന്ന ആക്ഷേപം ശക്തമാണ്. ഏറെ നീണ്ട അന്വേഷണങ്ങൾക്ക് ശേഷം 2 മാസം മുമ്പാണ് കരുവന്നൂർ കേസിൽ ED അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. PMLA പ്രകാരം കുറ്റപത്രം സമർപ്പിച്ചാൽ വിധി വരുന്നതിനു മുൻപേ പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ സ്വത്ത് ലഭിക്കാൻ അവസരമുണ്ട്. കരുവന്നൂർ കേസിൽ കുറ്റപത്രം നൽകി 2 മാസം കഴിഞ്ഞിട്ടും പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ സ്വത്ത് ആവശ്യപ്പെടാൻ ബാങ്ക് തയ്യാറായിട്ടില്ല. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടുകെട്ടിയ 180 കോടി രൂപയുടെ സ്വത്ത് ബാങ്കിന് നൽകാൻ ED തയ്യാറാണ്. ED സന്നദ്ധത അറിയിച്ചിട്ടും ബാങ്ക് കോടതിയെ സമീപിച്ചിട്ടില്ല. നിക്ഷേപകരായ 7 പേർ സ്വത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ ബാങ്കിന് മാത്രമാണ് നിയമപരമായി സ്വത്ത് ലഭിക്കുക. പ്രതികളിൽ നിന്ന് ലഭിച്ച സ്വത്തുക്കൾ ബാങ്കിന് നിക്ഷേപകർക്ക് നൽകാൻ കഴിയും. ഈ സാധ്യതകൾ ഉണ്ടായിട്ടും നീട്ടിക്കൊണ്ടുപോകുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന ആക്ഷേപം ശക്തമാണ്. നേരത്തെ തിരുവനന്തപുരം കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളായ ബാസുരംഗനിൽ നിന്ന് കണ്ടുകെട്ടിയ 1 കോടി രൂപയുടെ സ്വത്തുക്കൾ ബാങ്കിന് ED തിരികെ നൽകിയിരുന്നു. ബാങ്ക് കോടതിയെ സമീപിച്ചതോടെയാണിത്. 24 കൊച്ചി. മോഷണക്കേസിൽ ആളുമാറി യുവാവിന് പോലീസിന്റെ മർദ്ദനമെന്ന് പരാതി. മൂവാറ്റുപുഴ ജനമൈത്രി പോലീസിന്റെ മർദ്ദനത്തിൽ യുവാവിന്റെ നട്ടെല്ലിനും കഴുത്തിനും സാരമായ പരിക്കുണ്ട്. 24 വാർത്തയ്ക്ക് പിന്നാലെ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയോട് റൂറൽ SP റിപ്പോർട്ട് തേടി. ഈ മാസം 12-നാണ് സംഭവം. മൂവാറ്റുപുഴയിലെ പൂക്കച്ചവട സ്ഥാപനത്തിൽ നിന്ന് ബാറ്ററി മോഷ്ടിച്ച് വിറ്റു എന്നാരോപിച്ചാണ് മൂവാറ്റുപുഴ സ്വദേശിയായ അമൽ ആന്റണിയെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അന്നേ ദിവസം സ്വന്തം വീട്ടിലെ 10 വർഷം പഴക്കമുള്ള ബാറ്ററി അമൽ ആക്രിക്കടയിൽ വിറ്റിരുന്നു. മാതാവിൻ്റെയും ഭാര്യയുടെയും നാട്ടുകാരുടെയും മുന്നിൽ നിന്ന് മർദ്ദിച്ചാണ് 5-അംഗ സംഘം അമലിനെ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. ആ കൊണ്ടു കൊടുത്ത സാധനം എവിടെ നിന്ന് മോഷ്ടിച്ചെന്ന് ചോദിച്ചുകൊണ്ട് മുറ്റത്ത് വെച്ചുകൊണ്ടും മാതാപിതാക്കൾ മുമ്പിൽ വെച്ചുകൊണ്ട് എന്നെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും കഴുത്തി പിടിച്ച് ഞെരിക്കുകയും ഫ്രണ്ടിൽ സീറ്റിലിരുന്ന് 3 പേരും കൂടി എൻ്റെ മുതുകിനിട്ടും കഴുത്തിൻ്റെ മുൻഭാഗത്തേക്കുമാണ് അതിക്രൂരമായി മർദ്ദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മ കുറച്ചു നേരത്തേക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ സ്റ്റേഷനിൽ പരാതിക്കാർ നേരിട്ടെത്തിയതോടെ ആള് മാറിയെന്ന് പോലീസിന് മനസ്സിലായി. അമലിനെ വിട്ടയച്ചെങ്കിലും ശരീരമാസകലം വേദനയും ബുദ്ധിമുട്ടുമുണ്ടായി. വയറിംഗ് തൊഴിലാളിയായ അമലിന് ജോലിക്ക് പോകാനാകാതെ വന്നതോടെ ആശുപത്രിയിലെത്തി. മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും ചികിത്സ തേടിയപ്പോഴാണ് നട്ടെല്ലിനും കഴുത്തിനും സാരമായി പരിക്കേറ്റു എന്നറിയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. പോലീസ് മർദ്ദനം ചൂണ്ടിക്കാണിച്ച് റൂറൽ SP അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല. ഇതിന് പിന്നാലെ 24 വാർത്ത നൽകിയതോടെയാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എറണാകുളം റൂറൽ SP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലാൽകൃഷ്ണൻ, 24 ഇടുക്കി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി സീറ്റുകൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകളിൽ മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടായി എന്നാണ് സൂചന. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ഇത് ലോക്സഭാ സീറ്റ്, കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് നൽകിയതിന് പകരമായി ഈ 2 നിയമസഭാ സീറ്റുകൾ മത്സരിക്കുമെന്ന് കോൺഗ്രസ് ഒരു വാക്കാൽ ധാരണയുണ്ടാക്കിയെന്നതിനപ്പുറത്തേക്ക് അത് നടപ്പിലാകുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് അത്രയും മഹാമനസ്കത കാട്ടുമോ അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ? വിജയകുമാർ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസിന് എത്തേണ്ടി വരുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ പ്രകാരം കോട്ടയം ജില്ലയിൽ കാര്യമായിട്ടുള്ള ഒരു ശക്തി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇല്ല. ഈ ലോക്സഭാ സീറ്റിൽ പോലും ജയിച്ചത് കോൺഗ്രസിന്റെ ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ടാണ് ആ ഒരു വിജയം, മികച്ച വിജയം നേടാൻ സാധിച്ചത് എന്നുള്ളൊരു വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. നമ്മൾ കണ്ടതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ ദയനീയ പരാജയമുണ്ടായി. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലും വലിയൊരു തോൽവിയുണ്ടായി. ഈ 2 സീറ്റുകളിൽ മികച്ച കോൺഗ്രസ് നേതാക്കൾ വന്ന് മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിജയിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ്. പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് ആവശ്യമുണ്ട്. അത്രത്തോളം നേതാക്കളുണ്ട്. അവർക്കൊക്കെ മത്സരിക്കണമെങ്കിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യമാണ്. ഒപ്പം തന്നെ കാര്യമായിട്ടുള്ള ഒരു ശക്തി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയം ജില്ലയിൽ ഇല്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നത്. ഇതിനോടകം തന്നെ നേതാക്കൾ പലരും ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും
എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്ന DCC നേതൃയോഗത്തിലും ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ ഉയർന്നു വന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ തീരുമാനം, അതായത് ലോക്സഭാ സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകിയപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, ഈ 2 സീറ്റുകൾ വിട്ടു നൽകാമെന്നുള്ള ഒരു തീരുമാനം പറഞ്ഞിരുന്നു. പകരം ഏതെങ്കിലും സീറ്റ് കേരള കോൺഗ്രസിന് നൽകുമോ എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണണം. എന്തായാലും നിർണായകമായിട്ടുള്ള നീക്കം തന്നെയാണ് കോൺഗ്രസ് നടത്തുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 2 സീറ്റുകൾ തിരിച്ചുപിടിച്ച് അതിൽ മത്സരിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരിയും തിരിച്ചെടുക്കുമ്പോൾ പകരം ഒരു സീറ്റെങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചോദിക്കില്ലേ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യും എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കോട്ടയം DCC ഈ 2 സീറ്റും ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരിയും തിരിച്ചു കിട്ടണം എന്ന ഒരു കടുത്ത നിലപാടിൽ തന്നെയാണ്. അതിൽ ഒരു തീരുമാനം, അനുകൂലമായ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുണ്ടാകും എന്നൊക്കെ കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കൾ കരുതുന്നുമുണ്ട്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. അല്പസമയത്തിനകം നടക്കുന്ന ആദ്യ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെ നേരിടും. ഇത്തവണ ആലപ്പിയുടേത് മികച്ച സംഘമെന്നും കിരീടം നേടുമെന്നും നായകൻ മുഹമ്മദ് അസ്റുദ്ദീൻ 24-നോട് പറഞ്ഞു. രാത്രി 7:30 നടക്കുന്ന 2ാം മത്സരം കൊല്ലം സെയിലേഴ്സും ട്രിവാൻഡ്രം റോയൽസും തമ്മിലാണ്. കിരീടത്തിലേക്ക് തുഴയെറിയാൻ ആലപ്പി റിപ്പിൾസ്, കണ്ണഞ്ചിപ്പിക്കും വെടിക്കെട്ടിലൂടെ കപ്പടിക്കാൻ തൃശൂർ ടൈറ്റൻസ്. വമ്പൻ അഴിച്ചുപണികളുമായി എത്തുന്ന 2 ടീമുകളാണ് 2ാം ദിനത്തിൽ കാര്യവട്ടത്ത് ഇന്നാദ്യം കൊമ്പ് കോർക്കുക. ഓൾറൗണ്ടർ സിജോമോൻ ജോസഫിനെ നായകനാക്കി ഷോൺ റോജർ അടക്കമുള്ളവരെ ബാറ്റിംഗ് നിരയിലെത്തിച്ച് കരുത്തുകൂട്ടിയിട്ടുണ്ട് തൃശൂർ. MD നിതീഷ് നയിക്കുന്ന ബൗളിംഗ് നിരയും കഴിഞ്ഞ സീസണിലെ സെമി ഫൈനലിസ്റ്റുകൾക്ക് കരുത്തേകും. കഴിഞ്ഞ തവണത്തെ അവസാന സ്ഥാനക്കാരെന്ന നാണക്കേട് മാറ്റാൻ കപ്പിൽ കുറഞ്ഞതൊന്നും ആലപ്പി റിപ്പിൾസിന് മതിയാകില്ല. മുഹമ്മദ് അസ്റുദ്ദീൻ നയിക്കുന്ന ടീം IPL താരം വിഘ്നേഷ് പുത്തൂർ, ജലക് സക്സേന, അക്ഷയ് ചന്ദ്രൻ തുടങ്ങിയവരാൽ താരനിബിഡമാണ്. അതുപോലെ നമുക്ക് നല്ല കോമ്പിനേഷൻ ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ജലജ് സക്സേന കളിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ടീമിൽ 3 IPL പ്ലേയേഴ്സ് ഓൾറെഡി ഉണ്ട് ടീമിൻ്റെ അകത്ത്. അത് നല്ല എക്സ്പോഷർ ആയിരിക്കും ബാക്കിയുള്ള പ്ലേയേഴ്സിനും. അവർ ഈ ടൂർണമെന്റിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ള നല്ലൊരു വിശ്വാസമുണ്ട്. ജയം തുടരാനിറങ്ങുന്ന നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സ് രാത്രി 7:30 ട്രിവാൻഡ്രം റോയൽസിനെ നേരിടും. അവസാന ഓവർ വരെ നീണ്ട ആവേശപ്പോരിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ 1 വിക്കറ്റിനാണ് ഇന്നലെ കൊല്ലം ജയിച്ചത്. അതേസമയം കൊച്ചിക്കെതിരായ നാണംകെട്ട തോൽവി മറികടന്ന ആദ്യ ജയമാണ് ട്രിവാൻഡ്രം റോയൽസിന്റെ ലക്ഷ്യം. സ്പോർട്സ് ഡെസ്ക് 24. വിസ നിയമം കടുപ്പിച്ച് അമേരിക്ക. 5 കോടിയിലേറെ വിസകൾ പുനഃപരിശോധിക്കാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകി. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ട്രക്ക് ഡ്രൈവർമാർക്ക് വിസ നൽകുന്നത് അടിയന്തരമായി നിർത്തിവെക്കുകയും ചെയ്തു. വിസ നിയമം കടുപ്പിക്കുകയാണ് ട്രംപ് ഭരണകൂടം. വിദേശത്തു നിന്നുള്ളവർക്ക് അനുവദിച്ച 5 കോടിയിലധികം വിസകൾ പുനഃപരിശോധിക്കും. അയോഗ്യത കണ്ടെത്തിയാൽ ഉടൻ വിസ റദ്ദാക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകി. കാലാവധി കഴിഞ്ഞ് താമസിക്കുന്നതും നിയമലംഘനങ്ങളും ക്രിമിനൽ കുറ്റങ്ങളും പരിശോധിക്കും. 6000-ഓളം വിസകൾ ഇതിനോടകം റദ്ദാക്കിയെന്നാണ് റിപ്പോർട്ട്. വിദേശത്തു നിന്നുള്ള ട്രക്ക് ഡ്രൈവർമാർക്ക് വിസ നൽകുന്നത് അടിയന്തരമായി നിർത്തിവെച്ചു. ഫ്ലോറിഡയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ ട്രക്ക് അപകടത്തിന് പിന്നാലെയാണ് നടപടി. ഡ്രൈവർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തു. മെക്സിക്കോ വഴി അനധികൃതമായി പ്രവേശിച്ച ഇന്ത്യൻ പൗരൻ ഹർജിന്ദർ സിംഗിനെതിരെയാണ് കേസ്. ട്രക്ക് ഡ്രൈവർമാർക്ക് വിസ നൽകുന്നത് നിർത്തിവെക്കാൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഓഫീസ് അറിയിച്ചു. അലക്ഷ്യമായി വാഹനമോടിച്ച് രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്നു, സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് നടപടി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇലോൺ മസ്കിന് പിന്നാലെ സാം ഓൾട്ട്മാനും ഇന്ത്യയിലേക്ക്. ഈ വർഷം തന്നെ ഇന്ത്യയിൽ ആദ്യ ഓഫീസ് തുറക്കാനുള്ള നടപടികൾ OpenAI ആരംഭിച്ചു. ആദ്യ ഓഫീസ് ഡൽഹിയിലാണ് പ്രവർത്തനം ആരംഭിക്കുക. ChatGPTയുടെ നിർമ്മാതാക്കളായ OpenAIയുടെ ലോകത്തെ 2ാമത്തെ വലിയ വിപണിയാണ് ഇന്ത്യ. ഇന്ത്യക്കായി പ്രതിമാസം 399 രൂപ ചെലവ് വരുന്ന GPT Go അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ഓഫീസ് തുറക്കാനുള്ള നീക്കം. രാജ്യത്തെ 100 കോടി വരുന്ന ഇന്റർനെറ്റ് ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടാണ് OpenAI ഇന്ത്യയിലെത്തുന്നത്. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്.
അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയവേ പകർത്തിയ ഇന്ത്യയുടെ വീഡിയോ പുറത്തുവിട്ട് ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിനു മുകളിലൂടെ തെക്ക് നിന്നും വടക്കോട്ട് ബഹിരാകാശ നിലയം സഞ്ചരിച്ചപ്പോൾ പകർത്തിയ ടൈം ലാപ്സ് വീഡിയോ ആണ് ശുഭാംശു പങ്കുവച്ചത്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളും വടക്കേയറ്റത്തെ ഹിമാലയ നിരകളും ദൃശ്യത്തിൽ വ്യക്തമാണ്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി പറഞ്ഞത് ആധാർ അംഗീകരിക്കേണ്ടി വരും എന്നാണ്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ അജീഷ് ജയകുമാർ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നത്? ഒരു അന്തിമ വിധി എന്ന നിലയിലാണോ, അതോ ഈ അപേക്ഷ നൽകുമ്പോൾ ആധാർ ഒരു രേഖയായി കണക്കാക്കണം എന്നാണോ? ഈ നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 11 രേഖകളാണ് ഈ ഡിലീറ്റ് ചെയ്ത്, അതായത് ഈ കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള, അതായത് 65 ലക്ഷം പേർ, ഇത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരെ വീണ്ടും ഈ പട്ടികയിൽ ഉൾപ്പെടണമെങ്കിൽ 11 രേഖകൾ ഹാജരാക്കണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫോം 6 അത് ഫിൽ ചെയ്ത് നൽകണം. ഒന്നെങ്കിൽ അത് ഡിജിറ്റൽ ആയിട്ടോ അല്ലെങ്കിൽ ഈ BLOമാർ നേരിട്ട് എത്തുമ്പോൾ അവർ മുഖേനയോ ഇത് നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഒരു നിർണായക ഉത്തരവ്, ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. അതായത് ആധാറും പരിഗണിക്കേണ്ടി വരും എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിട്ടുള്ളത്. അതായത് 11 രേഖകളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ആധാർ കാർഡോ സഹിതം ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കണം. നിലവിൽ 12 രാഷ്ട്രീയ പാർട്ടികൾ ആണ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കാനായി നിയോഗിക്കപ്പെട്ടത്. അതിൽ പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. ചില RJD അടക്കമുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്കായി അഭിഭാഷകർ കോടതിയിലെത്തിയിരുന്നു. അവരെന്തായാലും ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വാദത്തോട് അംഗീകരിക്കുകയും ചെയ്തു. അതായത് പേരുൾപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരെ സഹായിക്കണം. ഒപ്പം തന്നെ ഈ കരടിൽ ഉൾപ്പെടാത്ത 65 ലക്ഷം പേരിൽ മരിച്ചവരെയും താമസം മാറിയവരെയും പാർട്ടികളുടെ BLOമാർ തന്നെ പരിശോധിക്കണം. ഇക്കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ 12 രാഷ്ട്രീയ പാർട്ടികളുടെ BLOമാർ പരിശോധിക്കണം. ഒരു ദിവസം ഒരാൾ 10 പേരുടെ വീട്ടിലെങ്കിലും നേരിട്ട് പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ എളുപ്പത്തിൽ ഒരു തീരുമാനമാകുമെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുടെ പുനഃപരിശോധന ഈ ഫോമുകൾ നൽകുമ്പോൾ അതിൽ ആധാർ കൂടി പരിഗണിക്കണം എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.